ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അറിയാം റൗട്ടർ കോൺഫിഗറേഷനിൽ പല വിധത്തിലുള്ള കോൺഫിഗറേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ റൗട്ടർ മേടിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിൽ ഒരു റൗട്ടർ മേടിക്കുകയാണ്. അപ്പോൾ ആ റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുന്നത് പല വിധത്തിലാണ്. ഒന്ന്, നമുക്കതിനെ വയേർഡായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. രണ്ട്, വയർലെസ് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. ആക്സസ് പോയിൻറ്റ് മോഡിൽ, അതായത് ആക്സസ് പോയിൻറ്റ്സ് ആണെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡിൽ കോൺഫിഗറേഷൻ ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഈ റൗട്ടേഴ്സ് അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ്സൊക്കെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനമായും നമ്മൾ ചെയ്യുന്ന കുറച്ച് കോൺഫിഗറേഷനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് വയേർഡ് കോൺഫിഗറേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു വയേർഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. വയേർഡ് കോൺഫിഗറേഷൻ നമുക്ക് അറിയാം പൊതുവെ, അതായത് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ മെയിൻ മോഡം അല്ലെങ്കിൽ ONU നിന്ന് ഒരു കേബിൾ, അതായത് ഇതർനെറ്റ് കേബിൾ നമ്മൾ ആ ഒരു മോഡത്തിൻ്റെ ലാൻഡ് പോർട്ടിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള റൗട്ടറിലേക്ക് ലാനായിട്ട് കേബിൾ വഴി അതിൻ്റെ റൗട്ടറിൻ്റെ വാൻ പോർട്ടിൽ കൊടുക്കുന്നതാണ് ഒരു നോർമൽ ഗതിയിലുള്ള വയേർഡ് ഇൻസ്റ്റലേഷൻ. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈബർ മോഡത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മോഡത്തിൽ നിന്ന് ഒരു ലാൻ കേബിൾ, അതിൻ്റെ ത്രൂ ലാൻ പോർട്ടിൽ നിന്ന് ഒരു ലാൻ കേബിൾ, എതർനെറ്റ് കേബിൾ, കാറ്റക്സ് ആവാം, കേബിളുകൾ നമ്മൾ വലിച്ച് ലാൻ പോർട്ടിൽ നിന്നും വലിച്ച് റൂട്ടറിൻ്റെ വാൻ പോർട്ടിൽ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് പോർട്ട് വാൻ പോർട്ടിൽ നമ്മളത് കണക്ട് ചെയ്യുകയും അതുവഴി ആ റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റൗട്ടർ നോർമലി വയേർഡ് എക്സ്റ്റൻഷനിൽ വരുന്നത്, അതായത് ഒരു വയേർഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ഈ വയേർഡ് കോൺഫിഗറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി വയർലെസ് റൗട്ടറുകൾ അപേക്ഷിച്ച് വയേർഡായിട്ട് നമ്മൾ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അതിന് മാക്സിമം സ്പീഡ് കിട്ടും. അതായത് ഔട്ട്പുട്ട് വന്നിട്ട് നോർമലി ആ ഒരു നമ്മുടെ മെയിൻ മോഡത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതേ സ്പീഡ്, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്, അതേ സ്പീഡ് തന്നെ നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന റൗട്ടറിലും കിട്ടാനായിട്ട് ഈ ഒരു വയേർഡ് കോൺഫിഗറേഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ വയേർഡാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. നമുക്ക് കൂടുതൽ സ്പീഡ് ആവശ്യമാണെങ്കിൽ വയേർഡ് തന്നെ ചൂസ് ചെയ്യുക. അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഓഫീസുകളിലൊക്കെ മറ്റും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വയേർഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വയേർഡായിട്ട് നമ്മൾ റൗട്ടർ വെച്ച് ആ ഒരു നെറ്റ്വർക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. നെറ്റ്വർക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഏരിയയിലോട്ട് വൈഫൈ കവറേജിന് വേണ്ടി ഇതിന് മറ്റുമാണ് നമ്മൾ ഈ ഒരു റൂട്ടർ ഉപയോഗിക്കുന്നത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ വയേർഡ് എക്സ്റ്റൻഷൻ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് വയർലെസ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വയർലെസ് കോൺഫിഗറേഷൻ. വയർലെസ് കോൺഫിഗറേഷനിൽ വരുന്നത് വയർലെസ് ആയിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെയിൻ മോഡത്തിൽ നിന്ന് നമ്മുടെ റൂട്ടറിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റൻഡറും ആകാം, അതിലേക്ക് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ നേരത്ത് വയർലെസ് ആയിട്ട് ഇതുപോലെ CAT6 കേബിൾ വലിക്കാതെ വയർലെസ് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു വയർലെസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വയേർഡ് കോൺഫിഗറേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് വയർലെസ് കോൺഫിഗറേഷൻ. വയർലെസ് കോൺഫിഗറേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ വയേർഡ് വേണ്ട, ഓഫ് കോഴ്സ് വയർ വേണ്ട തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് കൂടുതൽ ഉപയോഗപ്രദമായ ഒന്നാണ്. അതുപോലെ തന്നെ എളുപ്പമാണ്. അതായത് മറ്റ് കേബിൾ വലിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചിലവ് കുറഞ്ഞ ഒന്നാണ് ഈ ഒരു വയർലെസ് എന്ന് പറയുന്നത്. പിന്നെ വയർലെസ് ഡിവൈസുകളും അത്യാവശ്യം അത്ര റേറ്റ് ഉള്ളതല്ല. എന്നാൽ റേറ്റ് കൂടിയ വയർലെസ് ഡിവൈസുകളും ഉണ്ടാവും. എന്നാലും നോർമലി നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒന്നാണ് വയർലെസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, വയർലെസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പിന്നെ വയർലെസ് കോൺഫിഗറേഷനിൽ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്പീഡ് വയേർഡ് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അത്ര ഉള്ളത്, വയേർഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ റൗട്ടേഴ്സിന് കിട്ടുന്ന അത്ര സ്പീഡ് വയർലെസ്സിൽ കിട്ടില്ല. ഈ ഒരു വയർലെസ്സിൽ നമുക്ക് അത്ര സ്പീഡ് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഹൈ എൻഡ് ആയിട്ടുള്ള, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷ് പോലെയുള്ള അല്ലെങ്കിൽ കൂടുതൽ പാക്കുകൾ ആഡ് ചെയ്ത് കൂടുതൽ റൗട്ടേഴ്സ് ആയാലും ഒക്കെ ആഡ് ചെയ്തിട്ട് ഉള്ളൊരു മെഷ് പോലെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വയർലെസ്സിലും അത്യാവശ്യം നമുക്ക് നല്ല സ്പീഡ് ലഭിക്കും. സോ അതാണ് വയർലെസ് കോൺഫിഗറേഷൻ വരുന്നത്. സോ വയേർഡ് കോൺഫിഗറേഷൻ കഴിഞ്ഞു, വയർലെസ് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി വരുന്ന പ്രധാനമായിട്ടും നമ്മളൊരു റൂട്ടറിലൊക്കെ ചെയ്യുന്ന കോൺഫിഗറേഷനാണ് സ്റ്റാറ്റിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു സ്റ്റാറ്റിക് IP വേണം. സ്റ്റാറ്റിക് IP നോർമലി സർവീസ് പ്രൊവൈഡർ തന്നെ നമുക്ക് ആ ഒരു പബ്ലിക് IP, സ്റ്റാറ്റിക് IP നമുക്ക്
പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു IP ഉപയോഗിച്ച് നമ്മുടെ റൗട്ടറിൽ കോൺഫിഗറേഷൻ ചെയ്ത് സ്റ്റാറ്റിക്കായിട്ടും നമുക്ക് ആ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ അതിനാണ് സ്റ്റാറ്റിക് IP, അതായത് പർട്ടിക്കുലർ IP വെച്ചായിരിക്കും കോൺഫിഗർ ചെയ്യുന്നത്. നോർമലി നിങ്ങൾക്കറിയാം, അതായത് നമ്മളിപ്പോൾ ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു IP ഡിഫറെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്ന പബ്ലിക് IP എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കില്ല. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് ഡിഫറെൻറ്റ് IP ആയിരിക്കും, വീണ്ടും അത് പിന്നീടും ഒരു ഡിഫറെൻറ്റ് IP ആയിട്ട് വരും. സോ ഒരു സ്റ്റാറ്റിക്കലായിട്ട് നമുക്കൊരു IP അവിടെ ഉണ്ടാവില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് മാറി നമുക്കൊരു സ്റ്റാറ്റിക് IP കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മോഡത്തിലാണെങ്കിൽ നമുക്ക് അത് സ്റ്റാറ്റിക്കായിട്ട് തന്നെ കോൺഫിഗറേഷൻ ചെയ്യാം. ഇല്ല നമുക്ക് റൂട്ടറിൽ വേണമെങ്കിൽ റൂട്ടറിലും നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് ആ ഒരു IP കോൺഫിഗറേഷൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു റിമോട്ടിൽ ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസുകളിലും മറ്റും ഈ ഒരു സ്റ്റാറ്റിക് IP വളരെ ഉപയോഗപ്രദമാണ്. ആക്ച്വലി സ്റ്റാറ്റിക് IPകൾക്ക് കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി കുറവാണ് സ്റ്റാറ്റിക് IPകൾക്ക്. എന്നാലും കൂടുതലും ഈ റിമോട്ട് ഏരിയയിൽ വർക്ക് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസൊക്കെ ഉണ്ട് ആക്സസ് ചെയ്യാനൊക്കെ ആണെങ്കിലൊക്കെ സ്റ്റാറ്റിക് IP വളരെ ഉപകാരപ്പെട്ടെന്നാണ്. ഒരുപാട് ഓഫീസുകളിലും കോർപ്പറേറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റാറ്റിക് IP എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് IP ഉപയോഗിക്കുമ്പോൾ നോർമലി ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഒരു ഫയർവാൾ കൂടി ഉപയോഗിക്കുന്നത്, ഒരു ഫയർവാൾ ഹാർഡ്വെയർ കൂടി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ആ ഒരു സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ നമ്മളിപ്പോൾ സ്റ്റാറ്റിക് IP നോക്കി. ഇനി വരുന്നതാണ് നമ്മൾ റൗട്ടറുകൾ അല്ലെങ്കിൽ മോഡ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന ഒന്നാണ് ബ്രിഡ്ജ് മോഡ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് മോഡും സെയിം ഇതുപോലെ തന്നെ ആ ഒരു IP കോൺഫിഗേർഡ് ചെയ്തിട്ട്, അതായത് ഒരു നമുക്കിപ്പോൾ ഒരു മോഡത്തിൽ നമുക്കൊരു പബ്ലിക് IP ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പുറത്തുള്ള നെറ്റ്വർക്ക് ഡിവൈസസിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ബ്രിഡ്ജായിട്ട് വയ്ക്കുന്നത്, അതായത് ആ ഒരു IP ബ്രിഡ്ജ് മോഡിൽ കോൺഫിഗർ ചെയ്യാം. അല്ലെങ്കിൽ DHCP ഡിസേബിൾ ചെയ്തിട്ട്, അതായത് നമുക്ക് ആ ഒരു വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആ ഒരു IP ഇഷ്യൂ ചെയ്യാത്ത വിധത്തിൽ, അതായത് ആ റൗട്ടർ നമ്മൾ ബ്രിഡ്ജായിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റൗട്ടറാണ് നമ്മളൊരു ബ്രിഡ്ജായിട്ട് കോൺഫിഗർ ചെയ്താൽ അതിന് IP എക്സ്റ്റെൻഡ് ചെയ്യില്ല, IP റിലീസ് ചെയ്യില്ല. അത് ആ ഒരു ബ്രിഡ്ജ് ആ ഒരു എന്താണോ അത് സ്വീകരിക്കുന്ന IP അതേ IP തന്നെ നമ്മൾ റിലീസ് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ അതിന് ആണ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് മോഡിൽ കോൺഫിഗറേഷൻ ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ആക്സസ് പോയിൻറ്റ്സ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ റൂട്ടറിൽ നിന്നിട്ട് കേബിൾ വഴി നമ്മൾ ഡയറക്റ്റ് ഈ ആക്സസ് പോയിൻറ്റ്സിൽ കൊടുക്കുകയും ആക്സസ് പോയിൻറ്റ്സ് വഴി ഒരു വൈഫൈ നെറ്റ്വർക്ക് അത് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഡിവൈസാണ് ആക്സസ് പോയിൻറ്റ്. എന്നിരുന്നാലും അവിടെ ഒരു വൈഫൈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും, അതിൽ ഡിവൈസസിൽ കണക്ട് ചെയ്ത് അതിന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ ഒരു ആക്സസ് പോയിൻറ്റ് നല്ലതാണ്. ആക്സസ് പോയിൻറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ, അതായത് ഒരു എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരുപാട് ആൾക്കാർ യൂസേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആക്സസ് പോയിൻറ്റ്സ് ആണ് കൂടുതൽ നന്നായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വർക്കിംഗ് ആൻഡ് എഫിഷ്യൻസിയൊക്കെ വരുന്നത് ഈ ഒരു ആക്സസ് പോയിൻ്റ് ആയിട്ട് നമ്മളത് കോൺഫിഗർ ചെയ്യുമ്പോഴാണ്. ആ ഒരു ആക്സസ് പോയിൻറ്റ്സിൻ്റെ പ്രധാന ഗുണവും അത് തന്നെയാണ്, ആ ഒരു നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സബ്സിഡിയറി ആയിട്ട് വരുന്ന കുറച്ച് കോൺഫിഗറേഷൻസ് ഉണ്ട്. അത് റിപ്പീറ്റർ മോഡ്, WASP മോഡ്, ഇതൊക്കെ ഈ ആ ഒരു വയർലെസ് എക്സ്റ്റൻഷനിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ വയർലെസ് എക്സ്റ്റൻഷനിൽ പെടുന്ന ചില കോൺഫിഗറേഷൻ മോഡുകളാണ് റിപ്പീറ്റർ മോഡുകൾ വരും, യൂണിവേഴ്സൽ റിപ്പീറ്റർ വരും, കോൺഫിഗറേഷൻ മോഡ് വരും, അതുപോലെ തന്നെ WASP മോഡ്, അങ്ങനെ ഒരുപാട് മോഡുകൾ ഈ പറഞ്ഞ വയർലെസ്സിൽ പെടുന്ന ചെറിയ സബ്സിഡിയറി ആയിട്ട് വരുന്ന കോൺഫിഗറേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റൗട്ടർ കോൺഫിഗറേഷനിൽ വരുന്ന പ്രധാന കോൺഫിഗറേഷൻസ്. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.